ഒരാൾക്ക് 2 വോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 6 സെക്കൻഡ് കൊണ്ട് ഇത് രണ്ടും ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമാണോ? ഈ 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് 17 ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ്. ആകെയുള്ള 3500 ബൂത്തുകളിലായിട്ട് 17 ലക്ഷം പേർ വോട്ട്. ഇത് എവിടുന്നെങ്കിലും കിട്ടിയ കണക്കല്ല, കൃത്യമായി ആന്ധ്രാപ്രദേശ് സിഇഒയുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ കണക്കും അതുപോലെ തന്നെ ECIയുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും കണക്കുകൾ വെച്ചിട്ടാണ് അദ്ദേഹം ഇത് പഠിച്ചത്. അതിൽ ചെറിയ ചില അനോമലീസ് ഉണ്ട്, പക്ഷേ എന്നാൽ തന്നെയും കണക്കുകൾ ഏകദേശം തുല്യമാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2.25 മണിക്കൂറിനുള്ളിൽ 17 ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ മണിക്കൂറിൽ 491 പേർ, ഒരു മണിക്കൂറിൽ 491 പേർ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 3 പേർ വോട്ട് ചെയ്യണം. 3 പേർ ഒരു മിനിറ്റിൽ വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. കാരണം 20 സെക്കൻഡ് അല്ല 20 സെക്കൻഡ്. 20 സെക്കൻഡിൽ പിന്നെ മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട്, ഇപ്പം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിലേക്കൊക്കെ വരുന്നു, ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ഒരു സമയം കൂടി മാത്രമാണ് അദ്ദേഹം അതിൽ കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 2 ബൂത്തുണ്ട്, ഒരാൾക്ക് 2 വോട്ട് ചെയ്യാനുണ്ട്. ആലോചിക്കണം, നിയമസഭയിലേക്കും ചെയ്യണം, ലോക്സഭയിലേക്കും ചെയ്യണം. അപ്പോൾ ഈ 6 സെക്കൻഡ് കൊണ്ട് ഇത് രണ്ടും ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സാധ്യമാണോ? നമ്മളതിൽ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ട് അവിടെ ലേറ്റ് കത്തുള്ളൂ. അപ്പം അത്രയും സമയം എന്തായാലും വേണം. അതും കൂടി ആലോചിക്കൂ, അതും കൂടി നോക്കൂ. ഇത് തമാശയല്ല ദിവ്യ, ഇത് ഇങ്ങനെയാണ് കണക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കണക്ക് ഇതാണ്, അവരുടെ ഔദ്യോഗികമായ കണക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതേസമയം ഈ വൈകിട്ട് 5 മണി തൊട്ട് 8 മണി വരെയുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് 3 മണിക്കൂർ, ഈ 3 മണിക്കൂർ സമയം നോക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 3 പേരാണ് വോട്ട് ചെയ്യുന്നത്. 1 മണിക്കൂറിൽ 3 പേർ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് 8 മണിക്ക് ശേഷം പോളിംഗ് കൂടി 11:45 തൊട്ട് 2 മണി വരെ, പുലർച്ചെ 2 മണി വരെയുള്ള സമയത്ത് 1 മിനിറ്റിൽ 3 പേർ വോട്ട് ചെയ്യുന്ന നിലയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് അതിവിചിത്രമായൊരു കണക്കാണ്. ഇങ്ങനെ ഒരു കണക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ ഫാക്കൽറ്റി ഉപയോഗിച്ച് അദ്ദേഹം കണക്ക് പഠിച്ച് അവതരിപ്പിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. ഇതിന് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്, അല്ലേ? സംശയമില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണോ ഈ പറയുന്ന 175 സീറ്റിൽ 164 സീറ്റ് നേടി TDP നേതൃത്വത്തിലുള്ള NDA തന്നെ അവിടെ അധികാരത്തിൽ വന്നത്? 25-ൽ 21 സീറ്റും നേടി NDA അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇത് മുഴുവൻ ഇവരുടെയാണോ?